ചില ഏരിയാസ് കണ്ടപ്പോൾ ഒന്നുമില്ലാതെ കണ്ടിട്ട് തന്നെ നമ്മളുടെ ഉള്ളിലെ പഴയ ഒരു ഭയങ്കരമായി തിയേറ്ററിൽ ആഘോഷിച്ചിരുന്ന ലാലേട്ടൻ ഫാൻ ഉണർന്നു. ലാലേട്ടൻ ഇപ്പം മുണ്ട് മടക്കി നിൽക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം മുണ്ട് മടക്കിയാൽ മതി, ബാക്കി നമ്മളെല്ലാരും ഉള്ള ഫാൻസ് അവിടെ ഓൾ ഗൺസ് എ ബ്ലേസ്, നമ്മൾ റെഡിയാണ്. യുനോ അദ്ദേഹം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഇഷ്ടപ്പെടുന്ന കഥാസന്ദർഭത്തിൽ ഒന്ന് മുണ്ട് മടക്കി നിന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. തൊട്ടെടുത്ത് അത് സെറ്റായപ്പം കംപ്ലീറ്റ് നോസ്റ്റാൾജിയ പാക്കേജ് വന്നു, ഈസിങ് ഇൻ ടു ദ സോങ്. അപ്പം പിള്ളേരിങ്ങനെ MG അണ്ണനെ വെൽക്കം ചെയ്യുന്ന പോലെ ഡാൻസിൽ ലാലേട്ടൻ പൊളിച്ചിട്ടുണ്ട്. പിന്നെ അത് പറയാനുണ്ടോ? DQന്റെ ഒരു ഞാൻ പറയില്ലേ, ഇപ്പോൾ എങ്ങനെയാണോ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഷെയ്ഡ്സ് ഉള്ള ഒരു പടമായിരിക്കും. ശാന്ത വീരത്തിലുണ്ട് ജെയ്ക്സ് ഭായി എന്നോട് പറയായിരുന്നു. പിന്നെ ഞാൻ അത് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതൊന്നും എനിക്ക് പഴയ പാട്ടുകൾ എന്നോട് മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല, എനിക്ക് പറ്റില്ല. ലാലേട്ടനെ കാണിക്കുന്നു, ലാലേട്ടനും ഇൻഡയറക്ട്ലി ലാലേട്ടനും മമ്മൂക്കയായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് അവിടെ എസ്റ്റാബ്ലിഷ്. ഓഡിയൻസ് അവിടെ ഭയങ്കര ഹാപ്പിയായി. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന വെച്ചാൽ അതിലൂടെ എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസും ആ ബീജിയംസും ആ ക്യാരക്ടേഴ്സിനൊക്കെ ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട്. എനിക്ക് രണത്തിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ വികാരം കൊള്ളു, കാരണം ഇത്രയധികം എനിക്ക് ഇത്രയും സ്നേഹം കിട്ടുന്ന ഒരു സിനിമയാണ്. സംഗീത സംവിധായകൻ ജേക്സ് ബിജോയാണ് ഇന്ന് റിപ്പോർട്ട് നമ്മോടൊപ്പം ഉള്ളത്. ജേക്സ് നമസ്കാരം. തുടരുമാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, തുടരും പോലൊരു സിനിമ, ഒരു മോഹൻലാൽ സിനിമ ജേക്സിൻ്റെ പക്കലിലേക്ക് എത്തുന്നു. ഇതിൻ്റെ കഥ ആദ്യം കേൾക്കുന്നു, പിന്നീട് ഇതിൻ്റെ വിഷ്വൽസ് കാണുന്നു, ഇതിനായി സ്കോർ ചെയ്യുന്നു. ഇന്നിപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് എത്തി, ഓഡിയൻസ് വളരെയധികം സിനിമ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. മോഹൻലാലിലെ ആക്ടർ തിരിച്ചു വന്നു എന്ന തരത്തിൽ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതിനൊപ്പം തന്നെ പറയുന്ന പേരാണ് ജേക്സിൻ്റെ മ്യൂസിക്കിനെ പറ്റി. ഇപ്പോൾ എല്ലാ റിവ്യൂസിലും അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ പ്രേക്ഷകർ എഴുതുന്ന റിവ്യൂസിലും മോഹൻലാലിൻ്റെ പ്രകടനത്തോടൊപ്പം പറയുന്ന പേരാണ് ജേക്സിൻ്റെ മ്യൂസിക്കിനെ പറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു പോസ്റ്റ് റിലീസ് ഒരു റെസ്പോൺസിനെ എങ്ങനെ കാണുന്നു ജേക്സ്? ഞാനിപ്പോഴും ആ ഒരു കിക്കിലിരിക്കുകയാണ്. അതായത് ഒരു മെനി ഇയേഴ്സ് ഓഫ് എന്താ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് വർക്ക് ഫൈനലി ഈ ഒരു വർഷമാണ് അതൊരു പേ ഓഫ് ചെയ്യുന്ന പോലെ തോന്നുന്നു ശരിക്കും. കാരണം കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, 10-60ഓളം സിനിമകൾക്ക് മുകളിലായി, 12 ഇയേഴ്സത്തെ ജേണിയായി. ലാലേട്ടൻ്റെ പടം ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് തരുൺ കഴിഞ്ഞ കൊല്ലം ഇതേ ഏപ്രിൽ മാസം വിളിക്കുന്നത്. ഷൂട്ട് തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് വിളിച്ചിട്ടാണ് ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതും ഈ ലെവൽ ഓഫ് റിസപ്ഷൻ. എനിക്ക് തെലുങ്ക് സിനിമകളിലൊക്കെ അത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ എപ്പോഴും ഒരു ഹിറ്റ് ഓർ മിസ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന കമേഴ്ഷ്യൽ സിനിമകൾ. ഈ ലെവൽ ഓഫ് റിസപ്ഷൻ ആദ്യമായിട്ടാണ്. എന്നെ ഇന്നലെ ഒരു ആരോ റാൻഡമായിട്ട് തിയേറ്ററിന് പുറത്തുനിന്ന് വിളിച്ച് കരയായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഐ എം സോ ഓവർവെൽംഡ്. അത് ലാലേട്ടനോടും താരനോടും രഞ്ജിത്തേട്ടനും എന്നെ ഈ പടത്തിലോട്ട് എന്നെ ട്രസ്റ്റ് ചെയ്ത എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ആണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ കരിയറിലെ മാസ് സിനിമകൾ അല്ലെങ്കിൽ മറ്റ് സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന BGMs ഉണ്ട്. ഇപ്പോൾ രാജമണി സാർ ചെയ്തപ്പം രാവണപ്രഭുവിലെ BGM ആണെങ്കിലും ഇളയരാജ സാർ ചെയ്ത രസതന്ത്രത്തിലെ ആ ഒരു ഇൻട്രോ BGM ഒക്കെ ആണെങ്കിലും ഇതൊക്കെ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പ്രേക്ഷകർ. കാരണം റീല് വഴിയുമൊക്കെ അതിനെ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ അത് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ വരുന്ന സമയത്ത് ജേക്സിനൊരു തോട്ടുണ്ടായിരുന്നു, അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി സീനിൽ അല്ലെങ്കിൽ ഒരു റീലിൽ എൻ്റെ BGM ഇട്ട് അദ്ദേഹം നടന്നു വരുന്ന ഒരു സീന് ഉണ്ടാകും. അത്തരത്തിലൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാറില്ല. ഈ പടം കണ്ടിട്ട് ഞാൻ കുറേ ഫുട്ടേജസ് കാണാൻ തൊടുപുഴ പോയി. ഇവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷോഡ് മീ എ ഫ്യൂ ഫുട്ടേജസ്. അത് കഴിഞ്ഞ് ഫൈനലി സെക്കൻഡ് ഹാഫിലുള്ള കുറച്ച്, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ സ്പോയിലറായി പോകും, ചില ഏരിയാസ് കണ്ടപ്പം ഞാനങ്ങ് ജസ്റ്റ് വിത്ത് ഒന്നുമില്ലാതെ കണ്ടിട്ട് തന്നെ നമ്മളുടെ ഉള്ളിലെ പഴയ ഒരു ഭയങ്കരമായി തിയേറ്ററിൽ ആഘോഷിച്ചിരുന്ന ലാലേട്ടൻ ഫാൻ ഉണർന്നു. ഇറ്റ്സ് ലൈക്ക് ദിസ് ഇസ് ഇറ്റ്. ഈ മൊമെന്റ് ഞാൻ കറക്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്ത തിയേറ്റർ. അപ്പോൾ ഞാൻ അപ്പം തന്നെ രഞ്ജിത്തനെ വിളിച്ചത്, ഇതടാ ഈ ഒരു 2 സാധനം മതി, വി ആർ സോർട്ടഡ്. ആ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്നാൽ പറ്റുന്ന രീതിയിൽ ആ ഏരിയ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ട് തിയേറ്ററിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് എനിക്ക് തോന്നുന്നൊരു 2-3 ദിവസം എടുത്തു. ചില ജസ്റ്റ് സീൻസ് അത് ഹാർഡ്ലി ഒരു 20 സെക്കൻഡ്സ് പോലും കാണില്ല, പക്ഷെ അതിൽ ദ വർക്ക് വാസ് ദെയർ. അവിടെയായിരുന്നു അത് കറക്റ്റായിട്ട് സൗണ്ട് ചെയ്യിക്കുക. അത് പിന്നീട് ഇപ്പം ആൾക്കാർ ചോദിച്ചു തുടങ്ങി, ആ BGM ഇറക്കുക. ഞാൻ പറയാം വെയിറ്റ് ചെയ്യുക, തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട്
പക്ഷേ ഇതിലൊരു പർട്ടിക്കുലർ സീനിൽ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു പർട്ടിക്കുലർ സീൻ നമുക്ക് പറയാൻ പറ്റില്ല ഏതാണെന്ന്. ആ ഒരു സീനിൽ ജേക്സിൻ്റെ ലാലേട്ടൻ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ അതിനെ വലിയ രീതിയിൽ എൻഹാൻസ് ചെയ്യുന്ന ജേക്സിൻ്റെ ഒരു BGM കൂടിയാണ്. വലിയ രീതിയിൽ അതിനെ ആ തിയേറ്ററിൽ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ സക്സസ്ഫുൾ ആയി. ഞാൻ വിശ്വസിക്കുന്നേ ഇപ്പം ലാലേട്ടൻ ഇപ്പം മുണ്ട് മടക്കി നിൽക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം മുണ്ട് മടക്കിയാൽ മതി. ബാക്കി നമ്മളെല്ലാവരും ഉള്ള ഫാൻസ് അവിടെ ഓൾ ഗൺസ് അബ്ലേസ്, നമ്മൾ റെഡിയാണ്. യുനോ അദ്ദേഹം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഇഷ്ടപ്പെടുന്ന കഥാസന്ദർഭത്തിൽ ഒന്ന് മുണ്ട് മടക്കി നിന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. യുനോ അപ്പോൾ അങ്ങനെ അതായിരുന്നു. യുനോ അത് തരുൺ ആ സീൻ സ്റ്റേജ് ചെയ്ത വിധവും അവരുടെ കൂടെയുള്ള എന്ന് വെച്ചാൽ ഞാൻ ആ സെറ്റിൽ പോയപ്പോഴേ ഇതൊരു സാധാരണ സെറ്റിൽ ഒരു എന്താ പറയുക കുറച്ച് ഈസണപ്പാവും, ഷോർട്ടിനിടയ്ക്ക് ഒത്തിരി വേറെ എന്തൊക്കെയൊക്കെ സംസാരിക്കും. ഇത് തരം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് സെറ്റിലുള്ള ആൾക്കാരുടെ ഒരു ഡിസിപ്ലിൻ, ഒരുതരം ഇൻ ഫോർ എ പേർപ്പസ്, കോൺസെൻട്രേഷൻ. അത് രഞ്ജിത്തരനായാലും അവിടെ അവർക്ക് വേണ്ട സപ്പോർട്ട് ഭയങ്കര ആ ഒരു ഐ തിങ്ക് റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് ഫ്രെയിം എടുത്തോട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ തീരുന്നവരെ ഞങ്ങളെല്ലാവരും ആ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ, അതൊരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് നിയന്ത്രിക്കുന്ന ഒരു നമ്മളെ തരുൺ ഹോൾഡ് ചെയ്യുന്ന ഒരു ഡിസിപ്ലിനും പുള്ളിക്ക് ആ കാര്യത്തോട് എടുക്കുന്ന ഒരു സീരിയസ്നെസ്സും ആണ് അത് റിഫ്ലക്റ്റ് ആവുന്നത്. ഓഫ് കോഴ്സ് വി നോ വാട്ട് ടു ഡു, നമുക്ക് എല്ലാവർക്കും നമ്മുടെ പണി അറിയാം. പക്ഷെ എന്നാലും അങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ നമുക്ക് ഒരു തരം പുള്ളിക്ക് ഒരു വിഷൻ ഉണ്ട്, ആ വിഷന്റെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമ നോക്കിക്കഴിഞ്ഞാൽ തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മോഹൻലാൽ ഭാവങ്ങളെ എല്ലാത്തിനെയും കൃത്യമായി ഉൾക്കൊള്ളിച്ച സിനിമയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിത്തം, ഒരു ചാമിങ് ഒക്കെ ഉണ്ട്, ഒരു ആക്ഷൻ മോഡുണ്ട്, ഒരു ഫാമിലി ഡ്രാമ എലമെൻ്റ്, അതായത് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു സ്പേസിൽ നമുക്ക് കിട്ടിയിട്ട് തന്നെ കാലങ്ങളായി. അപ്പോൾ ഈ സിനിമയുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാലും ഞാൻ ഒരുപാട് റിവീൽ ചെയ്യുന്നില്ല, ഒരു സിനിമയുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാലും പല ജോണറിലേക്ക് അല്ലെങ്കിൽ പല ടോണിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചിരിക്കുന്ന ലാലേട്ടനെ കാണുന്നുണ്ട്, ദേഷ്യപ്പെടുന്ന ലാലേട്ടനെ കാണുന്നുണ്ട്, പല തരത്തിലുള്ള ലാലേട്ടനെ ഇവിടെ കാണുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിനും അവിടെ ചാലഞ്ചിങ് ആണല്ലോ. ഇപ്പം ഒരേ ടോണിൽ പോകുന്ന ഒരു സിനിമയല്ല, പല മൊമെൻറ്റിലും ഇപ്പോൾ ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ട്, ചിരികൾ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടുമ്പോൾ ഇപ്പോൾ ജേക്സിൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തായിരുന്നു? ഈ ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു ജോണർ ഷിഫ്റ്റ് അത്യാവശ്യം നല്ല ചാലഞ്ചിങ് ആണ്. കാരണം എനിക്കറിയാലോ ഇൻട്രോയിലോട് അടുക്കുമ്പോൾ മൂവീസ് ചേഞ്ചിങ്, അതുവരെ എന്നാ ഭയങ്കര ഡിഫറെൻ്റ് അല്ലാത്ത ഒരു പാലറ്റ് പിടിക്കണമായിരുന്നു. എന്നാൽ ഇഷ്ടപ്പെടുകയും ചെയ്യണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അതിൽ 1-2 സീൻസ് ഒരു 4 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ഞാൻ തരുണിന് വർക്കാവില്ല, പിന്നെ എനിക്ക് വർക്കാവില്ല. നേരത്തെ ഒരു റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്നല്ലോ, ആ റിലീസ് ഡേറ്റിൽ ഓക്കെ പറഞ്ഞ കുറേ ബിറ്റ്സ് ഞാൻ പിന്നെയും മാറ്റി. കാരണം നമുക്ക് തീർന്നു കഴിയുമ്പം, കാരണം ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സിനിമകളാണ് ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ്. അപ്പോൾ അതിൽ ലാലേട്ടനോട് ഇനിയും കുറച്ചും കൂടെ ക്യൂട്ട്നെസ് തോന്നണ്ടേ, ഇങ്ങനെ അല്ലല്ലോ എനിക്ക് അന്ന് കണ്ട ജോൺസൺ മാഷൊക്കെ ഇട്ട ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു റീവർക്ക്, ബാക്ക് ടു ബാക്ക് വർക്ക്, ഫുൾ ടീം. അപ്പം ആ ഒരു കൺസിസ്റ്റൻസി, അപ്പോൾ ഫാമിലി മൊമെൻറ്റിലാവുമ്പം ഫാമിലിയോടുകൂടെ പാട്ടുകളോടൊക്കെ ഒത്തുചേരുന്ന പാട്ടുകളുടെ ചൊവ്വയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും, പിന്നെ വെൻ യു ഹാവ് ദ ജോണർ ഷിഫ്റ്റ് നടക്കുമ്പോൾ ക്ലീൻലി നമ്മൾ കഥയിലോട്ട് വരണം, അതിലോട്ട് വെൽക്കമിങ് ചെയ്യാനുള്ള കുറച്ച് എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അത് ഞാൻ ഫോക്ക് എലമെന്റ്സ് ആ കൂടുതൽ യൂസ് ചെയ്തത്. ഫോക്കിലാണ്, കാരണം ഇതിൻ്റെ ടെറൈനും നമ്മുടെ മൂഡും എനിക്കൊരു ചെറിയ സ്ട്രെങ്ത് ഉണ്ട് അതിൽ, ഈ ഫോക്ക് ആൻഡ് ഹൈബ്രിഡ് മിക്സ് ചെയ്യാൻ. അപ്പം സോ ആ എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടോട്ടാലിറ്റി കിട്ടി. ഇതാണ് പടത്തിൻ്റെ സൗണ്ട് എന്ന് ആദ്യം ആ സൗണ്ട് കണ്ടുപിടിക്കലാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കിതിലെ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കൺമണി പൂവേ എന്ന് പറയുന്ന പാട്ട്, അപ്പോൾ ഇതിൽ ആൽബത്തിൽ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ വല്ലാത്തൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ റീൽസിലൊക്കെ നോക്കുകയാണെങ്കിൽ ആൾക്കാർ ട്രാവലൊക്കെ ചെയ്യുന്ന ആ വീഡിയോസിലൊക്കെ ഈ പാട്ടാണ് യൂസ് ചെയ്യുന്നത്. വല്ലാത്തൊരു ചാമുണ്ട്. ലാലേട്ടൻ സ്ക്രീനിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ചാം അല്ലെങ്കിൽ ഒരു ഓറ, അതിനെയൊക്കെ കൃത്യമായി പിടിച്ചെടുക്കേണ്ട ഒരു പാട്ടും കൂടെയാണിത്. അതിനെ കൃത്യമായിട്ടുള്ള മീറ്ററിൽ MG ശ്രീകുമാർ സാറും അതിനെ പാടിയെടുത്തിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഈ പാട്ടിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് പടം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ റെഫറൻസ് മ്യൂസിക് ഉണ്ട്, പക്ഷെ ഞങ്ങളത് ഫോളോ ചെയ്തില്ല. ഞാനിപ്പോൾ റെഫറൻസ് മ്യൂസിക് കേൾക്കൽ പരിപാടികളെ നിർത്തി. കാരണം കുറച്ചും കൂടെ നമുക്ക് തോന്നുന്ന റിയാക്ഷൻസ് ഭയങ്കര ഡൈല്യൂട്ടഡ് ആയി പോകും. അപ്പം ആ റെഫറൻസ് അല്ല, നമുക്ക് വേറെ എന്ത് പിടിക്കാം. അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു എന്താണ്. അപ്പം തരുൺ ഈ വോയിസ് നോട്ട്സ് ഒക്കെ ഇങ്ങനെ അയക്കും, തരുൺ 4 മിനിറ്റ് വോയിസ് നോട്ട് അയക്കും, 2 മിനിറ്റ്. ഞാൻ അതെല്ലാം കേക്ക് പ്രോസസ്സ് ചെയ്യും, എന്ത് ചെയ്യാം. ഒരെണ്ണം ചെയ്തു, എനിക്ക് ഹാപ്പിയല്ല. രണ്ടാമത് ചെയ്തു, ഹാപ്പിയല്ല. പിന്നെ ഇതെല്ലാം എൻ്റെ ബാങ്കിലുണ്ട് കേട്ടോ, നല്ല ഫുള്ളി ഫിനിഷ് സോങ്സ് ആണ്.
അങ്ങനെ ഒരു 4-5 ഓപ്ഷൻ ചെയ്തിട്ട് ഞാൻ അവരെ വിളിച്ചു. ഇത് കേൾക്കാം, ഓരോന്നായിട്ട് നമുക്ക് കേൾക്കാം. ഒരു ലിസണിങ് സെഷൻ വെച്ചു. അതിൽ ആദ്യം തരുൺ വന്നു. തരുൺ കേട്ട ഒരു 2 പിക്സ് നമ്മളെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ രഞ്ജിത്തേട്ടൻ പ്രൊഡ്യൂസേഴ്സ് എല്ലാം വന്നു, അവരും എടുത്തു. ആ 2 പിക്ക് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അത് കണ്ട് ഒരു ദിവസം തരുൺ അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കൺമണിപ്പൂവയുടെ വേർഷനായിട്ട് പോവാം. പക്ഷെ ചിലർക്ക് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നല്ലൊരു റിച്ച് മെലഡിയാണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ നമ്മൾ ഫൈനലി ഡിസൈഡ് ചെയ്തു, ഇതിന് കുറച്ചും കൂടെ നോസ്റ്റാൾജിയ ഉണ്ട്, കുറച്ചും കൂടെ ലാലേട്ടനും ശോഭന മാം സ്ക്രീനിൽ വരുമ്പം ദിസ് ഫീൽസ് മോർ കണക്റ്റഡ്. അങ്ങനെ ഈ കൺമണിപ്പൂ എന്ന് തുടങ്ങുന്ന പാട്ടായിരുന്നു അത് നമ്മൾ കറക്റ്റായിട്ട് ഹരിബായുടെ അടുത്ത് വിളിച്ചു. ലിറിക്സ് എഴുതാൻ വേണ്ടി ഞാൻ സ്റ്റുഡിയോയിൽ വിളിച്ചു. വി വർ റൈറ്റിംഗ് ദ ലിറിക്സ്. അപ്പം ഈ പല്ലവി 2 ലൈൻ ക്രാക്ക് ചെയ്തപ്പോഴാണ് ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ കിളിപ്പൂ മകളെ എന്ന് പറയുന്ന വേർഷൻ പുള്ളിക്ക് ഭയങ്കര കണക്റ്റായി. പക്ഷെ എന്തോ പ്രൊഡ്യൂസർ വന്ന് കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു എല്ലാം ഗംഭീരം, എനിക്ക് എന്തൊരു ചേലാണ് ഒന്ന് ആദ്യം വെക്കാമെന്ന് ചോദിച്ചു. എന്തൊരു ചേലാണ് നമുക്ക് വെച്ച് തുടങ്ങിയാലോ? എന്തൊരു നല്ല ഐഡിയ ആണല്ലോ, അങ്ങനെ തുടങ്ങാം. എന്തൊരു ചേലാണ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഒരു പാട്ടിനൊരു ഈ പോസ്റ്റർ ഇറങ്ങി ആ സമയം. അത് പോസ്റ്റർ എന്നെ കാണിക്കുക എന്തോ ചെയ്തപ്പോൾ സ്കൂൾ പിള്ളേരെ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന സീൻ. അങ്ങനെയാണ് തുടക്കത്തിൽ എന്തോ മിസ്സിങ് ഉണ്ടെന്നുള്ള രീതിയിൽ എനിക്ക് വരുന്നു. തരുൺ സജസ്റ്റ് ചെയ്ത് നമുക്ക് പിള്ളേരെ വെച്ച് പാടിച്ചാലോ. അപ്പം ഇതിൽ അപ്പം തന്നെ ആ ഒരു മേബി 10 or 15 മിനിറ്റ്സിൽ എനിക്ക് തോന്നിയൊരു ഒരു ബിറ്റാണ്. ഇതെന്തൊക്കെ തൊട്ടെടുത്ത് അത് സെറ്റായപ്പം കംപ്ലീറ്റ് നോസ്റ്റാൾജിയ പാക്കേജ് വന്നു, ഈസിങ് ഇൻ ടു ദ സോങ്. അപ്പം പിള്ളേരിങ്ങനെ MG അണ്ണനെ വെൽക്കം ചെയ്യുന്ന പോലെ എന്തൊരു ചേലാണെന്ന് പുള്ളി പറയുന്നു. അങ്ങനെ അതിൻ്റെ റെക്കോർഡിംഗ് സെഷൻ എനിക്ക് തോന്നുന്നു ഒരു 8 hours എടുത്തിട്ട് MG അണ്ണൻ റെക്കോർഡ് ചെയ്ത പാട്ടാണ് കേട്ടോ. പുള്ളി ഞാൻ ഓരോന്ന് പറയും, 5 അണ്ണൻ അത് മാറ്റി ചെയ്യും. പുള്ളിക്ക് ഫെമിലിയറൈസ് ആവുന്ന കുറച്ച് ഐഡിയാസ് എന്നോട് പറയും. ഭയങ്കര ഒരു പിന്നെ അതിൻ്റെ കോറസിൽ എൻ്റെ മകളെ പാടിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പിള്ളേർ കോറസ് സ്ഥിരം പാടുന്നവരെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും ഇപ്പോൾ അതിന് കിട്ടുന്ന ഒരു റിസപ്ഷൻ ഉണ്ടല്ലോ. കുറേ നാളുകൾ കൂടി, അതായത് എൻ്റെ പാട്ടുകളും സോങ്സ് BGM ഒക്കെ കേൾക്കുന്ന കൂടുതൽ യങ്സ്റ്റേഴ്സാണ്. ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ പ്രായമുള്ളവർക്കൊന്നും അറിയത്ത് പോലുമില്ല. അവർക്കത് മോസ്റ്റ്ലി കേട്ടിട്ടുണ്ടാകും, പടം നന്നായെന്നൊക്കെ പറയും. പക്ഷെ ഇത് എല്ലാ ഓഡിയൻസിനോട് റീച്ചായി. അത് ഇഷ്ടപ്പെടാത്ത കുറേ പേര് കാണും, പക്ഷെ ഒരു മെജോറിറ്റി ഓഡിയൻസിലും ആ ഒരു നൊസ്റ്റാൾജിക് ഇൻഫ്ലുവൻസ് ആ പാട്ടിന് കൊടുക്കാൻ പറ്റി, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് കൊടുക്കാൻ പറ്റി, അതിൻ്റെ BGM സെക്ഷൻസിന് കൊടുക്കാൻ പറ്റി. അതിന് കുറച്ച് സ്വരങ്ങളൊക്കെ അതും പേർപ്പസ്ഫുള്ളി MG അണ്ണൻ്റെ സ്ട്രെങ്ത് ആയതുകൊണ്ട് അതിൻ്റെ സെക്കൻഡ് BGMത്തിൽ വരുന്ന അതൊക്കെ അങ്ങനെ തന്നെ ചെയ്തതാണ്. ലാലേട്ടനും കേട്ടിട്ട് MG അണ്ണൻ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഈ പാട്ട് ലാലേട്ടനെ കേൾപ്പിച്ചു സ്റ്റുഡിയോയിൽ വെച്ച്. കേട്ടിട്ട് പറഞ്ഞു ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഒരു യുനാനിമസ് ഒരു സാധാരണ ഒരു പാട്ടിറങ്ങുമ്പോൾ ഒരു ടെൻഷനുണ്ട്, ഈ പാട്ടിറങ്ങുമ്പോൾ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. 4 കാലം ലാൻഡ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഥ തുടരുന്നു എന്ന പാട്ട്, അപ്പോൾ അതിൽ ഹരിഹരൻ സാറാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്നേഹവീടെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരു ലാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടി പാടുകയാണ്. ഈ നേരത്തെ പറഞ്ഞപ്പോൾ MG സാറിൻ്റെ സോങ് എങ്ങനെയാണോ കൺമണിപ്പൂവിനെ എൻഹാൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഹരിഹരൻ സാറിൻ്റെ വോയിസ് ഈ പാട്ടിനെ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ട് ഇപ്പോൾ എനിക്ക് കേൾക്കുന്ന സമയത്ത് ഒരു ഹഗ്ഗൊക്കെ കിട്ടിയൊരു ഒരു ഫീലാണ്, ഒരു എന്താ പറയുന്നത്, ഒരു സന്തോഷം തോന്നുന്നു, നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ണ് നനയും. ഒരു മിക്സാണ് ആ ഒരു പാട്ട് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ ആ പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലാണ് ആ പാട്ട്. അതിൻ്റെ ഒരു മേക്കിംഗ് എങ്ങനെയായിരുന്നു? അതും ഈ ഫസ്റ്റ് സീൻ ഇത് കൂടിച്ചേർക്കാനുള്ള ഇത് ആ പാട്ട് ആ സിനിമയിൽ വരുന്ന ഒരു മൊമെന്റ് ഭയങ്കര സ്പെഷ്യലാണ്. ആ മൊമെന്റിലാണ് ആ പാട്ട്. ഞാൻ പറഞ്ഞില്ല, പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. ഈ ലാലേട്ടനെ കാണിക്കുന്നു, ഭയങ്കര നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നു ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് കാട്ടിലോട്ട് പാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, ഭയങ്കര തണുപ്പ്. തരണം പറഞ്ഞു എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യണം. അങ്ങനെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒറ്റ കമ്പോസിഷൻ, ക്ലീൻ ആയിട്ട് പോയ പാട്ടാണ്. ആൻഡ് ഞാൻ ആ വിഷ്വലിലൂടെ ഫ്ലോ ചെയ്യുമായിരുന്നു. പിന്നെ ഈ തേൻ ഓർമ്മകൾ എന്ന് പറയുന്ന ആ പോർഷൻ, അവിടെ ഞാൻ ആദ്യം കാണുന്ന അവർ റഫായിട്ട് വെച്ചിരുന്ന ഫ്രെയിമിൽ ലാലേട്ടും മമ്മൂക്കും നിൽക്കുന്ന ഫ്രെയിമാണ്. എനിക്ക് ഇമോഷണലായി. കാരണം ദിസ് ഈസ് അവർ ചൈൽഡ്ഹുഡ്. അങ്ങനെയാണ് ഒരു വായിൽ എനിക്ക് തോന്നിയത് മായാതെ. സോ ഇറ്റ്സ് ലൈക്ക് ദീസ് ആർ മൈ മെമ്മറീസ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അത് ഒരു ട്രിബ്യൂട്ട് പോലെ. ആൻഡ് ദെൻ ഇറ്റ്സ് ഓൾ ലാലേട്ടൻ്റെ പഴയ ഫോട്ടോസും. അപ്പം
ഭയങ്കര ഒരു തരം കണക്ഷൻ. അതെ. അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോസും പിന്നെ പ്രസന്റ് ലൈഫിലെ കാര്യങ്ങളും അതിന്റെ ലിറിക്സ് നോക്കിയാൽ അറിയാം, കുറച്ച് തമിഴും മലയാളം മിക്സ് ചെയ്തൊക്കെ എഴുതിയിരിക്കുന്നത്. കാരണം ഷൺമുഖന്റെ ഭാര്യ തമിഴത്തിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ലിറിക്കൽ ഒരു ഫ്ലോയും കിട്ടി. അതൊരു പ്രൊഡ്യൂസറൊക്കെ വന്ന് കണ്ടിട്ട് ഒന്നും പറഞ്ഞില്ല, ഗംഭീരം എന്ന് മാത്രമല്ല, ഇത് മോസ്റ്റ് വെൽക്കമിങ് സോങ് എന്നാണ്. അത് കറക്റ്റായിട്ട് വരുന്നത് റയറിറ്റിയാണ്. ഈ പറയുന്ന പോലെ അത് ഓഡിയൻസിനെയും കൂടെ ഇവരെ വേൾഡിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു സോങ്. ഇന്നലെ നഹാസ്, നമ്മുടെ നഹാസ് ഇന്നലെ വിളിച്ച് പറഞ്ഞു, ജെക്സേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ സോങ് ആണ്, അതിലോട്ട് ഒരു പടത്തിലോട്ട് ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ എൻ്റെ ഈ പാട്ട് പോരാ, ജെക്സ് BGM അവിടെ ഇത് പോസിറ്റീവായിട്ട് കിട്ടും. പക്ഷെ ഇതിലെനിക്ക് പാട്ടുകൾക്കും ബീജത്തിനും എല്ലാം ആൾക്കാർ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അയ്യോ. ഇതിലെ പേമാരി എന്ന് പറയുന്ന സോങ്, അത് ഒരു വന്യത, ഒരു പ്രതികാരത്തിന്റെ ഒരു സ്വഭാവം, കുറച്ച് റഫാണ് ആ സോങ്. അപ്പൊ ഈ രണ്ട് സോങ്ങിൽ നിന്നും മാറി വരുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കമ്പോസിഷനാണ് ഷിഫ്റ്റ് വരുന്നത്. അത് ആ കഥയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടിലാണ് ആ സോങ് വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു എങ്ങനെയായിരുന്നു അതാ ഞാൻ പറയല്ലേ, നമ്മള് ഇതിന്റെ ഒരു മ്യൂസിക്കൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ അത് തരം വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു PDF ഷീറ്റ് എനിക്ക് അയച്ചെന്ന് ഓർക്കുന്നുണ്ട്. ലാലേട്ടനെ ഒരു ആനയായിട്ടാണ്, ഹീസ് എ എലിഫന്റ്, ഒറ്റക്കൊമ്പൻ. ജോർജ് സാർ ഒരു പാമ്പാണ്. ജോർജ് സാറിന് അപ്പം നിങ്ങൾ കേട്ട ഒരു റാറ്റിൽ സ്നേക്കിന്റെ ഒരു സൗണ്ട് ത്രൂ ഔട്ട് അതിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൊരു സർപ്പപ്പാട്ട്, അത് തരുൺ ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഞാനപ്പോൾ അതിന് ഒരു പാമ്പിന്റെ സ്വഭാവം നടത്തുന്ന കുറച്ച് വയലിൻ ബിറ്റ്സ് ഒക്കെയാണ് വായിച്ചിരിക്കുന്നത്. വയലിൻ ബിറ്റ്സ് വളരെ അൺകൺവെൻഷണൽ ആയിട്ട് ഈ കേൾക്കുമ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു തീം വന്നിരിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ബിനുപ്പപ്പിന്റെ ക്യാരക്ടറിന് ഒരു കുറുക്കന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഇങ്ങനെ 3 നമുക്കൊരു സ്വഭാവങ്ങളുള്ള ക്യാരക്ടേഴ്സിനെയാണ് മെറ്റഫറിക്കലി തരുൺ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ ഇത് സ്ക്രീനിലോട്ട് വളരെ സീംലെസ് ആയിട്ട് എത്തിക്കാന്നാണ് നോക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഫോക്ക് ചൂസ് ചെയ്തേ പറ്റൂ. കാരണം ഫോക്ക് ഇസ് ദ വേ. നമുക്ക് അത് കഥ പറയാൻ പറ്റില്ല, പക്ഷെ അത് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഫോക്കിലൂടെയാണ്. അങ്ങനെ ഈ ഇൻട്രോ ബ്ലോക്കിൽ എനിക്ക് വന്ന ഒരു നമ്മൾ ചെയ്തു വരുമ്പം അതെങ്ങനെ വന്നതെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ജസ്റ്റ് കെയിം ദാറ്റ് അങ്ങനെ ഒരു ലോങ് നോട്ട്സും ഒരു തരം. അത് ബേസിക്കലി ഞങ്ങളുടെ തോട്ടം എന്താണെന്ന് വെച്ചാൽ കാട് തന്നെ ഒരു സംസാരിക്കുന്ന പോലെയാണ്. എൻ്റെ മകൻ വരുന്നു, പ്രൊട്ടക്ട് ചെയ്യണേ എന്നുള്ള രീതിയിലൊക്കെ ഈ ഒറ്റക്കൊമ്പനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാർഡുണ്ടല്ലോ. അപ്പം അതാ ത്രൂ ഔട്ട് ദ മൂവി ചെറിയ ചെറിയ ബിറ്റ്സിൽ ഒരു ഫീമെയിൽ വോയിസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് ഓരോ പോയിന്റിലും കാർഡ് നമ്മളോട് സംസാരിക്കുകയാണ്, അല്ല ഒരു പവർ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു നറേറ്റീവിലാണ് ഈ പേമാരി എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്. അതും ഒരു മെയിൻ ജംഗ്ഷനിലാണ് പാട്ട് വരുന്നത്. പിന്നെ അതിന് നമുക്കൊരിക്കലും ഓവർ മാസമായിട്ട് നമുക്ക് ഈ പടം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒരു മീറ്റർ ഉണ്ട്, കാരണം ഇതിനകത്തൊരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ട്, എന്നാൽ മാസ് വരികയും ചെയ്യണം. അപ്പം ഒരു ഇമോഷണൽ മാസി ആയിട്ടുള്ള ഒരു ട്യൂണാണ് ഞാൻ പേമാരിനെ ഉദ്ദേശിച്ചത്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്പോയിലർ ഇല്ലാതെ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള 2 സീനുകളാണ്. ഒന്ന് ആ ഒരു പ്രീ ഇൻ്റർവെൽ സീക്വൻസ്, ഒരു യാത്ര. 2 ബാത്റൂം സീക്വൻസ്. അപ്പോൾ ഇവിടെ ഈ 2 സീക്വൻസിലും ജേക്സ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസ് കണ്ടിട്ടാണ്, റെഫറൻസ് ഫുട്ടേജ് ജേക്സിൻ്റെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യം ഈ സീനുകൾ കാണുമ്പോൾ ഉള്ളൊരു ഒരു മൊമെൻറ്റും ഇതിന് സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു മൊമെൻറ്റും, ഇതെങ്ങനെയാണ് ഈ ഒരു, കാരണം ഇപ്പോൾ ആ ബാത്റൂം സീക്വൻസ് പോലും സൈലൻസ് വേണ്ടിയ അവസരങ്ങളുണ്ട്. അദ്ദേഹം ഭീകരമായിട്ട് പെർഫോം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മ്യൂസിക് അതിന് മേലെ നിൽക്കാനും പാടില്ല. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ആണ്. പിന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടി, നമുക്കിതൊക്കെയല്ലേ വേണ്ടത്. ഒരു കമ്പോസർക്ക് എന്താണ് നടക്കുന്ന കഥേനെ എൻഹാൻസ് ചെയ്യാനല്ലേ, ഇമോഷണലി കറക്റ്റായിട്ട്. അത് ലാലേട്ടൻ 101% ഇട്ടു, തരം ഇട്ടു, ഷാജിയേട്ടൻ ഇട്ടു, എല്ലാവരും തന്നു. ജെയ്ക്സേ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ തരുന്നു. അപ്പോൾ ഇൻ്റർവൽ ബ്ലോക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സെക്കൻഡ് ഹാഫിന്റെ ഒരു ചെറിയൊരു ട്രെയിലർ പോലെയാണ് ഞാനത് സൂചന തരിക എന്ന് പറയുന്നില്ലേ. യു ആർ അബൌട്ട് ടു വിറ്റ്നസ് സംതിങ് എൽസ്. ഇതുവരെ കണ്ടതല്ല പടം, ഇനിയാണ് പടം വരാൻ പോകുന്നത് എന്നുള്ള ഒരു അപ്പൊ അതില് ആ ഒരു ഷിഫ്റ്റ് ആവുന്ന പോയിന്റ് തൊട്ട് തന്നെ ഞാൻ പാലറ്റ് മാറ്റി. കൂടുതലും ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡിയോയിലുള്ള പിള്ളേരോട് കേരള മാസ്, നമ്മുടെ
ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമുക്ക് വേറെ ഒന്നും ബോറോ ചെയ്യണ്ട. ചെണ്ട, കൊമ്പ്, മരം, അങ്ങനെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത് വെച്ചായിരിക്കണം പാലറ്റ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ പേമാരിയിലോട്ട് എത്തുന്നതും. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുൾ ആ പാലറ്റിലാണ്. ഈവൻ ഈ ലാലേട്ടൻ്റെ തീം പോലും ശരിക്കും ഒരു പൂരം വൈബാണ്. നമ്മൾ കൊമ്പും ചെണ്ടമേളവും അതിൻ്റെ കൂടെ തിയേറ്ററിക്കലി എൻഗേജിങ് ആക്കാനുള്ള കുറച്ച് ഹൈബ്രിഡ് എലമെന്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബാത്റൂം സീനിൻ്റെ കാര്യം പറയുമ്പം ആ മെലഡിയിലോട്ട് ലാൻഡ് ചെയ്യണമായിരുന്നു. കാരണം ലാലേട്ടൻ അങ്ങനെ പെർഫോം ചെയ്യുമ്പം ഒരു രീതിയിലും നമ്മൾ ഓവർ പവർ ചെയ്യാൻ പാടില്ല. അതിലോട്ടായിരുന്നു കുറേ ചർച്ചകൾ കേട്ടോ. ഞങ്ങൾ ബാക്ക് ആൻഡ് ഫോർത്ത് അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രാവശ്യങ്ങൾ ഇരുന്നിട്ടുണ്ട്. ഞാൻ ആദ്യം കുറച്ച് വോയിസ് വെച്ച് ചെയ്തു, പിന്നീട് ഫ്ലൂട്ട് പിക്ക് ചെയ്തു, പിന്നെ കറക്റ്റ് ഏതൊക്കെ മൊമെൻറ്റ്സിലാണ് സൈലൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തു, പിന്നെ ഏത് മൊമെൻ്റാണ് ഫുള്ളായിട്ട് ഓഡിയൻസിലോട്ട്. കാരണം നമ്മൾ ആദ്യം പെർഫോമൻസിന് ഹെവി ചെയ്തിട്ട് ഒരു പോയിന്റിലാണ് കയറേണ്ടത്, ആ പോയിന്റ് പിക്ക് ചെയ്യണം. അപ്പോൾ അത് ചലഞ്ചിങ് ആയിരുന്നേ പോലും എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ആ സീനൊക്കെ തോന്നിയത്. ആൻഡ് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള മെലഡീസ് മതി. ഇപ്പം ട്രെൻഡി ആയിട്ട് ചെയ്യണമെങ്കിൽ അവിടെ വളരെ മിനിമലായിട്ട് ഇടാം. ഒരു പാഡും എന്താ പറയുക മിനിമൽ എന്തെങ്കിലും ഒരു വയലിൻ നോട്ട്സ് ഒക്കെ വന്നാലും ആ സീൻ വർക്ക് ആവും. ലാലേട്ടൻ പെർഫോം ചെയ്തിട്ട്. പക്ഷേ ഒരു റൂട്ടഡ് മെലഡിയും കൂടെ, കേട്ട് സ്വഭാവമുള്ള ഒരു മെലഡിയും കൂടെ അവിടെ വരുമ്പോൾ അത് ഇമ്പാക്റ്റ് ഡബിൾ ആവും. സ്പെഷ്യലി ഒരുപാട് ഓഡിയൻസില്ലേ, നമുക്ക് വേറെയും ഓഡിയൻസ് ഉണ്ടല്ലോ, ഒരു 50+ ഏജിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കണക്റ്റ് ആവുന്ന റൂട്ടഡ് മെലഡീസ് ആയിരിക്കും. അതുകൊണ്ടാണ് ആ സീൻസിലൊക്കെ അങ്ങനെ വളരെ പേർപ്പസ്ഫുള്ളി കണക്റ്റ് ആകാൻ പറ്റുന്ന മെലഡീസ് ഡിസൈൻ ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഒരു പാത്തോസ് തീമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിൽ ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്ന സോങ്, നമുക്കടെ സോങ്, ജോണി വാക്കറുടെ സോങ്, ഒരുപാട് ഇളയരാജ സോങ്ങുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ പാട്ടുകൾ, ഈ പഴയ പാട്ടുകളെല്ലാം തന്നെ ഈ കഥയിലെ നരേറ്റീവിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പാട്ടുകളാണ്. നരേറ്റീവിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള പാട്ടുകളാണ്. ഇതിന്റെ ഒരു പിക്കും ഇതിന്റെ ഒരു യൂസേജ് ഒക്കെ എങ്ങനെയായിരുന്നു തീരുമാനിച്ചത്? തരുണുമായിട്ടുള്ള ഒരു ശാന്തമീ രാത്രിയിലുണ്ട് ജെയ്ക്സ് ഭായി എന്നോട് പറയുമായിരുന്നു. പിന്നെ ഞാൻ അത് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതൊന്നും എനിക്ക് പഴയ പാട്ടുകൾ എന്നോട് മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല, എനിക്ക് പറ്റില്ല. വേറെ നമ്മൾ ലെജൻസ് ചെയ്ത് വെച്ചൊന്നും തുടരുന്ന ഞാൻ പറയുള്ളൂ. അത് അവരുടെ പെർമിഷനോട്. ഇപ്പം ഞാൻ CBI ചെയ്തപ്പോൾ പോലും ഐ വെന്റ് ആൻഡ് ആസ്ക്ഡ് ഹിസ് പെർമിഷൻ. ഞാൻ വന്ന് ചോദിച്ചു, എന്നാൽ പറ്റുന്ന രീതി ശ്യാം സാറിൻ്റെ തീം ഞാൻ ഇന്നത്തെ രീതിക്ക് റീക്രിയേറ്റ് ചെയ്യാം, എനിക്ക് ഒരു അവകാശവും വേണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തത്. അതുപോലെ തന്നെ ഞാനിത് ഒരു കാരണവശാൽ റീമിക്സ് ചെയ്തത് കാരണം അങ്ങനെയാണെങ്കിൽ വേറെ ക്രെഡിറ്റ്സ് ഇട്ട് ആരെങ്കിലും ചെയ്തു. പക്ഷെ ഞാനിത് റീക്രിയേറ്റ് ചെയ്ത് തരാം. എന്താണോ ആ കാര്യം ഇന്നത്തെ കേൾക്കുന്ന ഭാഗത്തിന് ഐ വിൽ റീക്രിയേറ്റ് ഇറ്റ് എനിക്ക്. അത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗിലെ വിന്നറാണ് അത് പാടിയത്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു ട്രിബ്യൂട്ടും കൂടെയാണല്ലോ. അതാ ഞാൻ പറയുന്നത്, അത് വളരെ ബ്യൂട്ടിഫുള്ളി പ്ലാൻഡ് ആണ്. ലാലേട്ടനെ കാണിക്കുന്നു, ലാലേട്ടനും ഇൻഡയറക്ട്ലി ലാലേട്ടനും മമ്മൂക്കയായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ് അവിടെ എസ്റ്റാബ്ലിഷ്. ഓഡിയൻസ് അവിടെ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇതെല്ലാം എന്തോ വരാനിരിക്കുന്നതിന്റെ ഒരു പ്രമിനേഷൻ പോലെയാണ്. സെറ്റപ്പ് ആണല്ലോ ഇതൊക്കെ. യു ആർ സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ദ ബിഗ് റിവീൽ. അതൊരു എനിക്ക് വളരെ തോട്ട്ഫുള്ളി പ്ലാൻഡ് സ്ക്രീൻ പ്ലേ ആയിട്ട് തോന്നി. ഇതിൽ എല്ലാവരും കാത്തിരിക്കുന്നൊരു പാട്ട് പ്രമോസാണ്. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിക്കഴിഞ്ഞ ആൾക്കാർ പറയുന്നത് ഇതൊന്ന് ഇറക്കി വിടൂ എന്നാണ് ആൾക്കാർ പറയുന്നത്. എന്താണ് പ്രമോസ് അങ്ങനെ? നമ്മൾ അതിനെ കുറച്ച് സ്റ്റില്ലുകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ലീക്സ്. അതെ, എന്താണ് ഒരു ബിഗ് ബാങ് ആണോ? ബിഗ് ബാങ് അങ്ങനൊന്നും എനിക്ക് അവകാശവാദങ്ങളൊന്നും പറയാറില്ല കേട്ടോ. നന്നായിട്ട് ലാലേട്ടൻ്റെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടൻ ഫാൻസ്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജിലൊക്കെ പാടും എൻ്റെ ഫാമിലി ഫംഗ്ഷൻസിനും സ്കൂളിലൊക്കെ കോളേജിലൊക്കെ വേൽമുരുക ആയിരിക്കും പാടുന്നത്, അല്ലേ? വേൽമുരുക പാടാത്ത ആരുമില്ല. ദീപു ചേട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് കമ്പോസിഷനാണ്. അപ്പൊ ഇതിനകത്തും ഷൺമുഖൻ ഒരു മുരുക ഭക്തരാണ്. അങ്ങനെ ഇത് എൻ്റെ ഒരു തോട്ട് എന്താ വെച്ചാൽ, ലാലേട്ടൻ്റെ ഒരു പടം വരുന്നത്, നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റ് വരുന്നത്, ഇതിന് സെലിബ്രേറ്റ് ചെയ്യാൻ, ഇത് അടിക്കുന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ ഷുവർ ഷോട്ടാന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പം ഞാൻ കരുതുന്നത് ഇത് സെലിബ്രേറ്റ് ചെയ്യാനും കൂടെ ഒരു കണ്ടന്റ് വേണ്ടേ. ലൈക്ക് പീപ്പിൾ ഷുഡ് ടേക്ക് ദിസ് ഫോർ എവർ. ഇങ്ങനൊരു പടം ഉണ്ടായിരുന്നു, അതിലിങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ. പക്ഷെ പടത്തിൽ ഒരു രീതിയിലും അത് വളരെ നല്ല കോളായിരുന്നു. ആദ്യം കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു നേരത്തെ ഇറക്കണം, ബട്ട് മെയ്ഡ് ദ കോൾ. വെരി ഗുഡ് കോൾ. അതായത് ഒരു രീതിയിലും ആ എക്സ്പെക്ടേഷനോടുകൂടി സിനിമയിൽ തിയേറ്ററിൽ വരരുത്. അതിപ്പോഴും കുറച്ച് ലേറ്റ് ആവാനുള്ള കാരണം അത് തന്നെ. ലെറ്റ് പീപ്പിൾ വാച്ച് ദ മൂവി. അതിന്റെ സോൾ എന്താന്നുള്ള അറിഞ്ഞ് തന്നെ ആൾക്കാർ കാണട്ടെ. അത് കഴിയുമ്പോൾ എനിക്കൊന്ന് ഈ അടുത്ത് തന്നെ വിൽ ബി പുട്ടിംഗ് ഇറ്റ് ഔട്ട്. മീൻസ് ഈ ഒരു സോങ് ഒരു തെറ്റായ ഒരു ഇംപ്രഷൻ ആൾക്കാർക്ക് കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ്. തെറ്റായ ഇംപ്രഷൻ കാണാം, അത് റോങ്. നമ്മളിപ്പം ഒരു ലാലേട്ടൻ പടത്തിന് ഇനീഷ്യലോ ആൾക്കാരെ കേട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു ബസ് വന്നാൽ മതി. പീപ്പിൾ ആർ കമ്മിങ് ടു ദ തിയേറ്റർ. അതിനകത്ത് ഒരു തർക്കമില്ല. പിന്നെ പടം പോസിറ്റീവ് കൂടെ ആയാൽ യു ആർ സീയിങ് നൗ ബോക്സ് ഓഫീസ് കാർണേജ് ആണ് ഇപ്പോൾ. അപ്പം
പോസിറ്റീവ് ആവുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ഉണ്ട്. ആദ്യം തൊട്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഞാൻ കരുതുന്നു നമ്മൾ ഒരു ഇനീഷ്യലിന് വേണ്ടി പാട്ട് ഇറക്കേണ്ട കാര്യമില്ല. അത് രഞ്ജിത്തേട്ടൻ്റെ തരുണിൻ്റെ ഒക്കെ ഒരു കോളായിരുന്നു. അതിൻ്റെ നമ്മൾ നിന്നു കേട്ടോ. നമ്മളൊരു കാരണം വെച്ചാലും അത് ഞങ്ങൾ ലേബിളിനോടും പറഞ്ഞു. സോണി ആയിരുന്നു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ലേബിളാണ്. സോണിയോടും ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് വി ഡോണ്ട് വാണ്ട് ടു ഇൻ എനി വേ ഓഫ് ഫോം ഇൻഫ്ലുവൻസ് ദി ആക്ച്വൽ തീം ഓർ ദി ആക്ച്വൽ ഫീൽ ഓഫ് ദ ഫിലിം. ദിസ് വിൽ കം ആഫ്റ്റർ ദ റിലീസ് എന്നുള്ളത്. ആഫ്റ്റർ ദ റിലീസ് എൻജോയ് എന്നുള്ള ഒരു പരിപാടിയിലാണ്. പക്ഷെ അതിനെ ആ ഒരു തോട്ട് പറഞ്ഞതും തരുൺ ആദ്യം കുറച്ച് ഹെസിറ്റൻ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇത് കേട്ട് ട്യൂണൊക്കെ കേട്ട പുള്ളി ഇന്നായി. അതിന് രഞ്ജിത്തേട്ടൻ ഡബിൾ ഇന്നായി. പിന്നെ അതിൽ രഞ്ജിത്തേട്ടനെ എടുത്ത മെനക്കേടാണ്. ലൈക്ക് ലാലേട്ടനെ കോർഡിനേറ്റ് ചെയ്യണം. പടത്തിലില്ലാത്തൊരു പാട്ടാണ്. ശോഭന മാമിനോട് പറയണം, ഒരു മാസ്റ്ററെ കണ്ടെത്തണം, സെറ്റിലിടണം. യുനോ നോട്ട് എ സിമ്പിൾ ചെറിയ കാര്യമല്ലല്ലോ അത്. അവരെല്ലാം അത് വളരെ ഇന്നായി അത് വൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തീർത്തു. ഇനി അതിന്റെ റിസൾട്ടും കൂടെ കണ്ടാൽ മതി എല്ലാവരും. എങ്ങനെയാണ് ഡാൻസിൽ ലാലേട്ടൻ പൊളിച്ചിട്ടുണ്ടോ? പിന്നെ അത് പറയാനുണ്ടോ? അത് അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ലാലേട്ടനെ പെർഫോം ചെയ്ത് കണ്ടപ്പോൾ തന്നെ എവരിബഡി ഇത് പഴയ എത്ര നാളെ ലാലേട്ടൻ ഇങ്ങനെ ഡാൻസ് ചെയ്തെന്നൊക്കെയുള്ളൊരു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഒരു പാട്ടിൽ ലാലേട്ടൻ മനസ്സറിഞ്ഞ് ഡാൻസ് ചെയ്ത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. ഇപ്പൊ ഈ മാസ് സീനുകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ എംപുരാനിൽ തന്നെ ഇപ്പോൾ ദീപക് ദേവിന് അദ്ദേഹത്തിന് കുറച്ച് ക്രിറ്റിസിസംസ് കിട്ടി. അല്ലെങ്കിൽ ഒരു മാസിന്റെ ഒരു എന്താണ് പറഞ്ഞ ഒരു വെയിറ്റേജ് പോരാ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വേണമായിരുന്നു. നമ്മൾ അനിരുദ്ധ് അല്ലെങ്കിൽ ഇപ്പോൾ ഡാക്കു മഹാരാജിലെ തമൻ്റെ മ്യൂസിക്കൊക്കെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ മാസിന്റെ ഒരു മീറ്റർ അതിൻ്റെ ഒരു ക്രിറ്റിസിസം വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇത്ര സീനായിരുന്നു, ഇത്ര പോരായിരുന്നു മ്യൂസിക്, ഇത് കുറച്ചുകൂടെ വേണമായിരുന്നു എന്നുള്ള ഒരു പലതരം ക്രിറ്റിസിസംസും അതിൻ്റെ കൂടെ തന്നെ വരാറുണ്ടല്ലോ. ഇതിനെങ്ങനെയാണ് ജെയ്ക്സ് ഒരു ബാലൻസ് ചെയ്യുന്നത്? അല്ല അത് സബ്ജക്റ്റീവ് ആണല്ലോ. ഓരോ അത് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ആ പടത്തിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ദീപിച്ചേട്ടനും രാജുവിനും വേറൊരു വിഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സ്കോറാണ്. ഞാനും അത് കുറെ കണ്ടിട്ട് ഞാൻ അതിൽ ഒരുപാട് സീൻസ് കണ്ടിരുന്നു. എനിക്കത് ഗംഭീരമായിട്ട് അതിന്റെ ഓർക്കസ്ട്രൽ ഞാൻ ദീപിച്ചേട്ടനോട് പറയായിരുന്നു, അതിന്റെ ഓർക്കസ്ട്രൽ റെക്കോർഡിങ്സ് ഒക്കെ ഒന്ന് പുറത്തു വിടണം. മാസ്റ്റർ ക്ലാസ് ആണ് ദീപിച്ചേട്ടൻ്റെ സ്ട്രിങ് അറേഞ്ച്മെന്റും ബ്രാസ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണോ അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നൊക്കെ. പക്ഷെ ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. യുനോ ലൈക്ക് കുറേ പേര് ആ സ്കോറിനെ അത് എനിക്കൊന്ന് OST ആയിട്ട് വരുമ്പോഴായിരിക്കും അതിന്റെ ഒരു വാല്യൂ അറിയുന്നത്. അത് വെച്ച് ഞാൻ പറയല്ല, എനിക്ക് എൻ്റെ ഡയറക്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം തുടരുമലായാലും വാട്ട് ദേ എക്സ്പെക്റ്റഡ് ലാലേട്ടൻ ആ സീനിൽ അൺകോംപ്രമൈസ്ഡ് ആയിട്ടുള്ള എലവേഷൻ തന്നെയാണ്. അവിടെ ഞാൻ കൂടുതലായിട്ട് മറ്റേ കുറച്ചുകൂടി നറേറ്റീവ് മോഡിലുള്ള പോകുന്നതാണല്ലോ. ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് മുണ്ട് പടക്കാനാണ് നിൽക്കുന്നത്. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. അത് തന്നെയാണ്. ഇപ്പോൾ ഇതിൽ ജെയ്ക്സിന്റെ കരിയറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടും സിനിമയായിരിക്കും രണം. അതിലെ ടൈറ്റിൽ സോങ് ഇന്നും ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സോങ് ആണ്. അപ്പോൾ എനിക്കതിൽ ചോദിക്കാനുള്ളത് അതിലെ സ്കോഴ്സിനെ കുറിച്ചാണ്. ഞാൻ ആ സിനിമ കാണുന്നത് സെക്കൻഡ് ഡേ ട്രിവാൻഡ്രം ന്യൂ തിയേറ്ററിൽ കാണുകയാണ്. അപ്പോൾ യൂഷ്വലി എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ആ സിനിമയിലെ ഒരു താങ്ക്സ് കാർഡ് എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ മ്യൂസിക് ഒരു വയലിനിൽ തുടങ്ങി സ്ലോ ആയിട്ട് മ്യൂസിക് പോയി അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ഈ മനം അതിലൊരേ രണം അതിൻ്റെ ഒരു സ്കോർ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. യൂഷ്വലി നമ്മളൊരു താങ്ക്സ് കാർഡ് കാണിക്കുമ്പോൾ അവിടെ ഒരു സൈലൻസ് ആയിരിക്കും, ആൾക്കാരൊക്കെ കുറച്ചൊന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ ആ മൊമെൻറ്റിൽ പ്രേക്ഷകനെ ഇന്നാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഡോൾബി അറ്റ്മോസ് സ്ക്രീനിലും കൂടെ ഞാനത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് അത് പൃഥ്വിരാജിൻ്റെ വോയിസിൽ ആ ടൈറ്റിൽ കാർഡ് പോകുമ്പോൾ നരേഷൻ പോകുമ്പോഴും ഒരു ചെണ്ടയുടെ ഇതൊക്കെ പോയി അത് ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ്. എനിക്കതിനെപ്പറ്റി പറയുമ്പോൾ ഇങ്ങനെ വികാരം കൊള്ളു. കാരണം എന്നെ എനിക്ക് ഇത്രയും സ്നേഹം കിട്ടുന്ന ഒരു സിനിമയാണ്. അത് ഇന്റർവ്യൂസിൽ പോയാലും എല്ലാവരും ഇതിനെപ്പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോഴേ അന്ന് ഇതൊരു ഓവർസൈറ്റ് ആയി പോയോ, ആൾക്കാർ ഇതൊക്കെ നോട്ട് ചെയ്തോന്ന് പോലും ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം പടം വലിയായിട്ട് ഓടിയൊന്നും നിർമ്മലിനൊക്കെ നല്ല വിഷമമാണ്. എവരിബഡി ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. ഞങ്ങൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു അന്ന് കുറച്ചും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ആ പടം അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ്. ഞാൻ US നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ ജോലി ചെയ്യുകയാണ്. ഇവിടെ ഞാൻ കുറേ സ്ട്രഗിൾസിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എന്തൊക്കെ ആ പടത്തിലൂടെ ചെയ്യാം, ലൈക്ക് വാട്ട് ഓൾ ഇൻ ടേംസ് ഓഫ് ഞാൻ പഠിച്ച സ്കോഴ്സ്, എങ്ങനെയാണ് ഒരു പടം സൗണ്ട് ചെയ്യുക. അന്ന് എല്ലാവരും ഈ ഹോളിവുഡ് ഇപ്പോഴാണ് ആക്ച്വലി നമ്മുടെ തന്നെ സംഗീതം ലോക്കലി ഗ്ലോബൽ എന്നുള്ളൊരു പരിപാടിയിലോട്ട് ഹോളിവുഡിന്റെ പുറകെയാണല്ലോ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ആദ്യം തൊട്ട് തന്നെ മൂഡ് സെറ്റ് ചെയ്യാം.
അപ്പം ടൈറ്റിൽ കാർഡ് തൊട്ട് തന്നെ നമുക്ക് വായിച്ചു തുടങ്ങാം. അത് അന്ന് ബുഡാപെസ്റ്റിൽ എടുത്തത് അതെല്ലാം ഫുൾ ലൈവ് സ്കോഴ്സാണ്. അപ്പം അവിടെ തൊട്ട് തന്നെ ഒരു ചെല്ലോ ബിറ്റ് വരാം. സോ അങ്ങനത്തെ ഒരു കിക്കിലായിരുന്നു അന്ന് ഇരുന്നത്. ആൻഡ് ആ തീം ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു ഞങ്ങൾക്ക് ആ മേക്കിംഗ് പ്രോസസ്സിൽ. അപ്പോൾ ആ തീമിനെ എത്ര നന്നായിട്ട് ആൾക്കാരിലോട് ഇൻഫ്യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. കാരണം അങ്ങനെ ഒരു സോളിഡ് തീമും ഇങ്ങനത്തെ കറക്റ്റ് സ്ക്രീൻ പ്ലേയിങ് വരെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ദ തീംസ് വിൽ ഫോൾ ഇൻ കറക്റ്റ്ലി. അപ്പം ആ രണത്തിൻ്റെ പാട്ട്, അതേ അനുഭവിക്കുന്ന കോൺഫ്ലിക്ട്സിലൊക്കെ ഈ തീം ഇങ്ങനെ സീംലെസ് ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ അത് ഒരു ഹിപ്പ് ഹോപ്പും സിന്ത് വേവും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു പാട്ടും വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഹോളിവുഡ് ടൈപ്പ് സ്കോറിങ്ങും ആയിരുന്നു എൻ്റെ മനസ്സിൽ. അത് ഇന്ന് ആൾക്കാർ റെസനേറ്റ് ചെയ്യുന്നതിൽ ഐ എം സോ ഹാപ്പി, താങ്ക്ഫുൾ. അപ്പോൾ ഇതിൽ ആ മനം, അതിലൊരു ആ ടൈറ്റിൽ സോങ് അത് ഇറങ്ങുന്ന ടൈമിൽ തന്നെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇന്നും അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈറ്റിൽ സോങ് എന്നാണ് അത് പറയുന്നത്. അത് വളരെയധികം ശരിയാണ്. അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ അത് എനിക്ക് തോന്നുന്നു ഒരു ഇമോഷണൽ കണക്ഷൻ അല്ലേ, എന്തിനും ഒരു ഇമോഷണൽ ഹുക്ക് ആണല്ലോ. നമ്മൾ ചെയ്യുന്ന വർക്ക് ആയാലും ഐ തിങ്ക് ഹൗ ഡു പീപ്പിൾ ടേക്ക് ലെജൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലി ഏതെങ്കിലും ഒരു നോട്ട് പോയിന്റിൽ അവർ നമ്മളെ സ്പർശിച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. രണം ഒരു ഇമോഷണൽ കണക്ഷൻ ആൾക്കാരോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കോൺഷ്യസ് ആയിട്ട് ചെയ്തതല്ല, ബട്ട് സംഹൗ ഐ കാൺ എക്സ്പ്ലെയിൻ ഇറ്റ്. ലൈക്ക് എന്താണ് രണത്തിൽ നിന്ന് ആൾക്കാർ ഇത്ര അധികം കണക്ട് ആവുന്നത് എന്നുള്ളത് എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ഐ ഡോണ്ട് നോ. ഞാനത് ഇൻസ്റ്റന്റേനിയസ്ലി എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറച്ച് ഐഡിയാസ് ചെയ്തതാണ് ആ പാട്ട്. അപ്പം അതിലൊരു കാര്യം ഞാൻ പറയാം, ദർ ഇസ് എൻ ഇമോഷണൽ കണക്ഷൻ ദ സോങ്, എസ്പെഷ്യലി കുഞ്ഞോളങ്ങളിലൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഈ വെസ്റ്റേൺ മൊത്തത്തിലൊരു റാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ കുഞ്ഞോളങ്ങൾ വരുമ്പോൾ തരുന്നൊരു സുഖമാണ്, അതുണ്ട്. അതൊരു രാഗം ബേസ്ഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. ഒരു തമിഴ് മിക്സ് ഉണ്ട്, പിന്നെ അതിനകത്തൊരു തമിഴ് മിക്സ് ഉണ്ട്. സോ പീപ്പിൾ ആ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ ദേ ഗെറ്റിംഗ് ലോഡ് ഓഫ് ഇമോഷണൽ റഷസ് ഉണ്ട്. തമിഴ് കൾച്ചറും റാപ്പും ഹിപ്പ് ഹോപ്പും മലയാളത്തിൻ്റെ ഒരു ഐഡന്റിറ്റിയും ഐ തിങ്ക് അതായിരിക്കാം കേട്ടോ. അല്ലാതെ എനിക്ക് അതിനകത്തൊരു ക്ലീൻ എക്സ്പ്ലനേഷൻ ഇല്ല പാട്ടിന്റെ. ഈ പടത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ചെല്ലോടെയും വയലിൻ്റെ ഒക്കെ ഒരു ഭയങ്കര യൂസ് ഉണ്ട് ആ പടത്തിന്റെ മൊത്തത്തിൽ. അതൊരു മെമ്മറബിൾ ജേർണി തന്നെയാണ്. അതിന്റെ പാലറ്റ് അങ്ങനെ തന്നെയാണ് ചൂസ് ചെയ്തത്. അന്ന് കണ്ട സിനിമകളുടെ ഇൻഫ്ലുവൻസും എങ്ങനെ അതിനെ മലയാളീകരിക്കാം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സിനിമ. ഞാൻ അന്ന് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജസിലാണല്ലോ. അന്ന് എൻ്റെ ഐ തിങ്ക് പ്രോബബ്ലി 5ാമോ 6ാമത്തെ പടമായിരിക്കും. ആ പടം മിക്സ് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ ടെൻഷനായിട്ടിരുന്നത്. അന്ന് രാധാകൃഷ്ണൻ സാറാണ് മിക്സ് ചെയ്യുന്നത്. രാധാകൃഷ്ണൻ സാർ ഇത് എന്ത് പറയുന്നൊക്കെയുള്ള ടെൻഷൻ എന്നെ വിളിച്ചിട്ട്, ജെയ്ക്സ് ഒന്നും പറയാനില്ല, അൺബിലീവബിൾ സ്കോർ. അന്ന് സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ പറഞ്ഞ് അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് രാജ് സാറാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നത് കേട്ടോ. അന്ന് സാർ ആ സ്കോർ കേട്ടിട്ട് ഹി വാസ് ലൈക്ക് ഐ ഹവൻ ഇത്രയും വോമായിട്ട് ഇത്രയും നന്ന ക്ലീൻ ആയിട്ട് കറക്റ്റ് ചേഞ്ച് ഓവേഴ്സ് ഒക്കെ ഉള്ളൊരു. അപ്പം അന്ന് കിട്ടിയ ഒരു ആക്ച്വലി രണം അതാ ഞങ്ങൾക്കൊക്കെ ഒരു വലിയ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് പറയുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി രണമാണ്. ആഫ്റ്റർ 60 മൂവീസ് ഔട്ട് പീപ്പിൾ സ്റ്റിൽ ടോക്ക് അബൌട്ട് എന്ന് പറയുമ്പോൾ അതെനിക്കൊരു വലിയൊരു ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ചുള്ള ചില ചർച്ചകളൊക്കെ ഉണ്ടാവും. അല്ല ഞാൻ ചെയ്യിക്കും നമ്മള്. രാജു അതിന് എക്സൈറ്റഡ് ആണ്. നിർമ്മൽ വർക്കിംഗ് ഓൺ ഇറ്റ്. സംതിങ് വിൽ കം. അതിപ്പോ ഒന്നും നടക്കില്ല, ബട്ട് അതിന് കറക്റ്റ് ആയിട്ട് ലാൻഡ് ഇത്തവണ വി ഹാവ് ടു എല്ലാ രീതിയിലും ക്ലാസിക് അല്ല, ഹിറ്റ് കൊമേഴ്ഷ്യലി ഓൾസോ. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി. എനിക്ക് ചോദിക്കാനുള്ളത് കിങ് ഓഫ് കൊത്തയെ കുറിച്ചാണ്. കിങ് ഓഫ് കൊത്ത സിനിമ വലിയ രീതിയിൽ പ്രതീക്ഷ രീതിയിൽ വർക്കായില്ല. പല ഫാക്ടേഴ്സും ഉണ്ടാകും, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിന് മ്യൂസിക് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു മ്യൂസിക്കാണ്. അല്ല BGMs ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ. ഇപ്പൊ ജെയ്ക്സിനെ പല സ്ഥലങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കൊത്തയാണ് സരിപോത സിനിമാരത്തിലേക്കൊക്കെ ജെയ്ക്സിനെ കൊണ്ട് എത്തിച്ചത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ കൊത്തയിൽ സിനിമ ചിലപ്പോൾ പല കാരണങ്ങളും വർക്കാവാതിരിക്കുന്നു. മ്യൂസിക് അതേസമയം സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ സിനിമ വർക്കാവാത്തതിൻ്റെ ഈ ഫാക്ടർ ഏതെങ്കിലും സമയം ജെയ്ക്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഉറപ്പായിട്ടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതും ഏത് സിനിമയും നമ്മൾ 100% എഫേർട്ട് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒട്ടും റിസൾട്ട് നെഗറ്റീവ് കൂടെ ആയാൽ നമുക്ക് വിഷമാവുമല്ലോ. പക്ഷേ എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ കൊത്ത് ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന വെച്ചാൽ അതിലൂടെ എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസും ആ BGMസും ആ ക്യാരക്ടേഴ്സിനൊക്കെ ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ വർക്ക്സ് എല്ലാ ഒരുമാതിരി എഡിറ്റേഴ്സും അത് നന്നായിട്ട് അവരുടെ പടങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. അത് ഒരു ഭയങ്കര ഒരു 3 months to 4 months നമ്മളെടുത്ത് വർക്ക് ചെയ്ത ഒരു പടമാണ് അത്. അഭിലാഷ് ജോഷി എൻ്റെ ഡയറക്ടർ വളരെ മ്യൂസിക് സെൻസ് ഉള്ളൊരു ഡയറക്ടറാണ്.
അബിയുടെയും കൂടെ ഒരുപാട് ഇൻപുട്സും ക്യാരക്ടർ എലവേഷൻസ്, ജസ്റ്റ് ഫോക്കസിങ് ഓൺ എലവേഷൻ, എങ്ങനെ ചെയ്യാം എഫക്റ്റീവായിട്ട് ആൾക്കാരോട് എത്ര എത്താം. ഞാൻ വളരെ പ്രൗഡായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള വർക്കാണ് കിങ് ഓഫ് കൊത്തായുടെ വർക്ക്. അതുപോലെ തന്നെ കൂടെ ചോദിക്കാനുള്ളത് സരിപോദ ശനിവാരം എന്ന് പറയുന്ന സിനിമയാണ് നാനയുടെ. ഞാനത് തിയേറ്ററിൽ കാണുമ്പോഴും എനിക്ക് ആ ഒരു കിക്ക് കിട്ടുന്നുണ്ട്. ഭയങ്കര രീതിയിൽ ആ ഒരു അഡ്രിനാലിൻ റഷ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നാനി അദ്ദേഹം ഇതിനു മുമ്പേ വിവേകമായിട്ട് കൈകോർത്ത അൻറ്റേ സുന്ദരാനിക്ക് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ജെയ്ക്സും ആണെങ്കിൽ പറയുന്ന പോലെ കൊത്തയും ചെറിയ പടം പെർഫോം ചെയ്തു. അതെ, അങ്ങനെ. അപ്പം നിങ്ങൾ 3 പേരും ഈ പറഞ്ഞ ഇത്തവണ ഞങ്ങൾ എങ്ങനെയെങ്കിലും അടിച്ചിരിക്കും എന്നാണ് താങ്കൾ. എന്നെ കൊത്തായിട്ടാ നാനി വിളിക്കുന്ന, നാനി സാർ വിളിക്കുന്ന. ആൻഡ് വിവേക് എൻ്റെ കുറച്ച് വർക്കുകൾ അറിയാം, കാരണം പുള്ളി ഭയങ്കരമായിട്ട് മലയാളം സിനിമ ഫോളോ ചെയ്യുന്നു കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് തുടരുമെൻ്റെ റിസൾട്ട് പറഞ്ഞത് വിവേക് യാത്രയാണ്, ഹൈദരാബാദ് അയച്ചുതരാണ്. ഞങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ വിവേകാണ് എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞത്, ബ്രോ തുടരും ഇസ് ബ്ലാസ്റ്റ്, കൺഗ്രാറ്റ്സ് പറഞ്ഞത്. അതുപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടിട്ടും വിവേക് പറഞ്ഞു, ആ ഫസ്റ്റ് സീൻ പുള്ളി ഒരു 6-7 പ്രാവശ്യം തിരിച്ചു വരിച്ച്. ദീസ് ഡയറക്ടേഴ്സ് ഉണ്ടോ, ഇന്നത്തെ ഒരു ന്യൂ ബ്രീഡ് ഓഫ് തെലുഗു ഡയറക്ടേഴ്സ്, ദേ വെരി മച്ച് ഫോളോയിങ് എല്ലാ നല്ല സിനിമകളും എല്ലായിടത്തുനിന്നും തപ്പിപ്പിടിച്ച്. പിന്നെ അവർക്ക് അവരുടെ ഓഡിയൻസിനെ അറിയാം, മലയാളം സിനിമകളുടെയും ബാക്കി സിനിമകളുടെയും മെറിറ്റ്സും എടുക്കാൻ അറിയാം. അപ്പം നല്ലൊരു മിക്സിലാണ് ഇന്നത്തെ തെലുങ്ക് പടങ്ങൾ. അറ്റ്ലീസ്റ്റ് ഐ എം നോട്ട് സെയിങ് ഒരു പുതിയ ബ്രീഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പടങ്ങൾ, സോ ഇറ്റ്സ് കളക്ടിങ് എ ലോട്ട് മോർ പീപ്പിൾ. നമ്മൾ കുറച്ചും കൂടെ ഫിനിഷ്ഡ് ആയിട്ട് പടങ്ങളെ നോക്കുന്നത്. അവർക്ക് ഓഡിയൻസിന് അതൊരു റിലീജിയനാണ്. സിനിമ സെലിബ്രേഷൻ കാണണമെങ്കിൽ ഒരു ഓപ്പണിംഗ് ഷോ നമ്മൾ ഹൈദരാബാദ് തിയേറ്റേഴ്സിൽ പോയാൽ അറിയാം എങ്ങനെയാണ്. യൂഫോറിക്കാണ് ആൾക്കാർ. അതിൻ്റെ ഒരു ഒരു വേർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു സെലിബ്രേഷൻ ആണല്ലോ തിയേറ്ററിൽ വേണ്ട. അപ്പം എൻ്റെ എയിം എന്ന് പറയുന്നത് അങ്ങനെ സിനിമ കിട്ടിയാൽ പിന്നെ ആൾക്കാരെ ത്രസിപ്പിച്ച് ആൾക്കാരെ ഫുൾ എൻജോയ്മെന്റിൽ തിയേറ്ററിൽ നിർത്താന്നുള്ള നമ്മുടെ ജോലി. അതാണ് ഇതിൽ എനിക്ക് പർട്ടിക്കുലറായിട്ട് എടുത്ത് ചോദിക്കേണ്ട 2 സീനുണ്ട്. അത് ഒന്ന്, ഫസ്റ്റ് കുട്ടിക്കാലം കാണിക്കുമല്ലോ, നാനിയുടെ കുട്ടിക്കാലം കാണിക്കുന്ന സീനിൽ ഈ അമ്മാവൻ വന്ന് പുറത്ത് ബഹളം ഉണ്ടാക്കുമ്പോൾ അഭിരാമിയുടെ ക്യാരക്ടറും അച്ഛനും തിരിഞ്ഞു നോക്കുമ്പോൾ മോനെ എവിടെയും ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊരു പുകമറയുടെ ഇടയിൽ കമ്പ് എടുത്ത് ബാക്കിലോട്ട് ഓടി, അവിടെ ഒരു സ്കോർ വരും. അവിടെ തുടങ്ങുന്ന ഒരു ഹൈ ആണ്. ഞാൻ അത് ഹൈദരാബാദ് പാക് ഹൈറ്റിൽ ഞങ്ങൾക്ക് 2 ആഴ്ച കൊണ്ടുള്ള സിനിമ റിലീസ് ചെയ്യാൻ. വിവേകിന് അവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഉണ്ട്. ഇത് റിലീസ് ചെയ്തേ വെക്കൂ, കാരണം പ്രൊഡ്യൂസർ നെറ്റ്ഫ്ലിക്സ് ഒരു ഡീൽ സൈൻ ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും, ഞാൻ പറഞ്ഞു എൻ്റെ ടീം മൊത്തം വരണം. ഞങ്ങൾ 12 പേര് പാർക്ക് ഹൈറ്റിൽ ഞങ്ങളെ സ്റ്റേ ചെയ്യിപ്പിക്കുകയാണ്. വി ആർ ദേ. അപ്പോൾ ഫസ്റ്റ് സീൻ കാണാൻ ഫസ്റ്റ് റീൽ കഴിഞ്ഞു. ഇത് ഫസ്റ്റ് നാനി സാർ രാത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ദൈവമേ ഇഷ്ടപ്പെടും, നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്നാൽ വരുന്നത് ഇത് വർക്കൗട്ട് ആയാലും. സാധാരണ എനിക്ക് ഒരു ടെൻഷനും ഇല്ല ആരും വന്ന് കണ്ടോ, പക്ഷേ ഇതിപ്പോൾ കുറച്ച് ടെൻഷനായി. കാരണം ഇത് മാറ്റി ചെയ്യാൻ പറയാൻ സമയമില്ല, നമ്മൾ പിടിച്ചിരിക്കുന്ന കറക്റ്റ് ലൈനാണോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പറഞ്ഞു ഫസ്റ്റ് സീൻ കണ്ടു, പുള്ളി ഇങ്ങനെ ഇരുന്ന് ഈ പയ്യൻ ഈ പുകയെന്ന് വരുന്ന സീൻ കണ്ടു, പുള്ളി വാങ്ങി പൊത്തി എന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. അത് മാത്രം അപ്പം ജെയ്ക്സ് ഞാൻ ഇനി വരില്ല എന്ന് പറഞ്ഞ പുള്ളി പിന്നെ ക്ലൈമാക്സ് കാണാനൊക്കെയാണ് വന്നത്. യു സോ കോൺഫിഡൻ്റ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുള്ളി തന്നൊരു കോൺഫിഡൻസ് ആണ് കംപ്ലീറ്റ്. എനിക്ക് വിവേകിനും ആബ്സല്യൂട്ട് ട്രസ്റ്റ് ചെയ്ത്, പ്രൊഡ്യൂസറും ഒന്നും ഏരിയയിലോട്ടേ വന്നിട്ടില്ല അത് കഴിഞ്ഞ പിന്നെ. ബിക്കോസ് അതുപോലെ തന്നെ ചോദിക്കാനുള്ളൊരു സീനാണ് സെക്കൻഡ് ഹാഫിൽ ഈ ഇൻസ്പെക്ടർ ദയ അടിച്ചെന്നും പറഞ്ഞ് ഒരാൾ സൈക്കിൾ ഇങ്ങനെ ഒന്ന് ഇൻസ്പെക്ടറിനെ അടിച്ചു എന്ന് പറഞ്ഞ് വരുമ്പോൾ നാനി സാറിന്റെ ക്യാരക്ടർ ബൈക്കിൽ മുടി കെട്ടിയിട്ട് വരുമ്പോൾ സീൻ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പ്രിയങ്കയുടെ ക്യാരക്ടറിന് SI സാറിനെ അടിച്ചു എന്ന് പറയുമ്പോൾ ബൈക്കിൽ ആ ഒരു മ്യൂസിക്കിൽ നാനി സാർ വരുന്നൊരു അത് ഗംഭീര. ഞാൻ ആ സീൻസ് മാത്രം ഇടയ്ക്കെടുത്ത് കാണുന്നൊരു. ഞാനതാ ഈ സ്മോൾ ലേറ്റ് മോട്ടീവ്സ് അല്ലെ മെലഡീസ് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കും. ലേറ്റ് മോട്ടീവ്സും മെലഡീസും അതിങ്ങനെ പ്ലേസ് ചെയ്യും. എസ്പെഷ്യലി എലവേഷൻ സീൻസിൽ ചുമ്മാ ബീറ്റ് മാത്രമല്ലാതെ എന്തെങ്കിലും സ്ട്രോങ് മെലഡി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ റിമൈൻഡഡ് ആവും. പിന്നെ അതിൻ്റെ പാക്കേജിങ് ആണ്. അപ്പം ഹൈ സ്പീഡ് ഷോട്ടിൽ ഒരു ഹീറോ സക്സസ്ഫുൾ ആയിട്ട് വരുമ്പോൾ യു ഹാവ് ടു ഹാവ് സം ഐഡിയാസ്, എന്താണ് ഞാൻ അവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്രയും ചിന്തിച്ചില്ല, നമ്മൾ ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോകും. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഇറങ്ങാനുള്ളത് ഐ ആം ഗെയിമാണ് ദുൽഖറിൻ്റെ. അത് വലിയ രീതിയിൽ ഇപ്പം തന്നെ ഒരു ടോക്ക് ഉണ്ടാക്കുന്നുണ്ടോ സിനിമ? നഹാസ് ചെയ്യുന്നൊരു പടം RDXന് ശേഷം ദുൽഖറിൻ്റെ ഒരു കുറേ നാൾക്ക് ശേഷം വരുന്ന മലയാളത്തിൽ വരുന്നൊരു പടം. എങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? എന്താണ് ആ സിനിമ? നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് ആൻഡ് ഒരു ഫാൻറ്റസി ഒരു ആക്ഷൻ പാക്ഡ് പടമാണ് നഹാസ്.
നഹാസ് എന്നാ എൻ്റെ നാട്ടുകാരനാണ്, പക്ഷെ അവൻ ഒരു പടത്തിനെടുക്കുന്ന എഫേർട്ട് അതെനിക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എന്തോരം സ്ക്രിപ്റ്റിലിരിക്കുന്നതായാലും പോസ്റ്ററിലിരിക്കുന്നതായാലും പാട്ടുകളിലിരിക്കുന്നതായാലും ഫൈറ്റ് കൊറിയോഗ്രാഫിയിലിരിക്കുന്നതായാലും എങ്ങനെ ഇതിന് അവന് ഭയങ്കര ഒരു കൺവിക്ഷൻ ഉണ്ട്. സോ ഐ എം ട്രസ്റ്റിംഗ് ദാറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ്. ഞാൻ ഫുൾ നറേഷൻ കേട്ടിട്ടില്ല, ബട്ട് ഐ ട്രസ്റ്റ് ഹിം. അവനത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു 100% വിശ്വാസമുണ്ട്. പിന്നെ DQൻ്റെ ഒരു ഞാൻ പറയില്ലേ, ഇപ്പോൾ എങ്ങനെയാണോ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഷെയ്ഡ്സ് ഉള്ള ഒരു പടമായിരിക്കും. അതിൻ്റെ സൗണ്ട്സ്കേപ്പ് ഞാനും വി ആർ ട്രൈങ് ടു വർക്ക്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ആരൊക്കെ അസംബിൾ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഒരു പാക്കേജ്ഡ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു റിസർച്ചിലാണ് ഞാനും. ഐ എം ഓൾസോ ഒരു മാസ് മൊമെന്റ്സ് ഒക്കെ ഒരുപാട് പ്രതീക്ഷിക്കാൻ കാണും. ഇപ്പം എനിക്ക് ഫുൾ പറയാൻ പറ്റില്ല, എന്നെ കൊണ്ട് പറയിച്ച് ഇല്ല, ബട്ട് മാസ് മൊമെന്റ്സ് കാണും. ആൻഡ് നല്ലൊരു ഡെപ്തുള്ളൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ആൻഡ് ഒരു എൻ്റർടൈനിങ് മൂവി ആയിരിക്കും, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഗുഡ് ടെക്നിക്കൽ ടീം, ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ. ഇപ്പം ജിംഷി, ചമൻ, സച്ചിൻ, എവ്രിബഡി ഈസ് റെഡി. നമുക്ക് റെഡിയായിട്ട് നിൽക്കുകയാണ് പടം വരാനോ അതിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ എൻ്റെ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് പടം എന്ന് പറയുന്നത് നരിവേട്ടയാണ്. ട്രെയിലർ ഇറങ്ങി, ഭയങ്കര റെസ്പോൺസ് ട്രെയിലറിന്. അതായത് പറയുവാൻ എന്ന് പറഞ്ഞ സോങ് ആണ് സിദ് ശ്രീറാമാദയുടെ മലയാളം. അതും അനുരാജിന്റെ സിനിമയിലെ ഇഷ്കിലാണ് പാടുന്നത്. അപ്പൊ അനുവിന്റെ അടുത്ത പടം അത് ടൊവിയുടെ വൺ ഹെൽ ഓഫ് എ പെർഫോമൻസ്. നല്ല ഗംഭീര ടൊവി അത് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ പ്രസക്തമായ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണ്. അപ്പം വെൽ മെയ്ഡ് ഒരു പടം. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായി ഇപ്പം അത് തുടരും സക്സസ് ആയിട്ട് ഓടുമ്പോൾ എനിക്ക് ഇനി അതിൻ്റെ പണി തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഞങ്ങളിപ്പോൾ. ഇനി അതിനകത്ത് 1-2 പാട്ടുകളൊക്കെ ഇറങ്ങാനുണ്ട്. അത് May 16 പടം റിലീസ്. വിലായത്ത് ബുദ്ധയും വീണ്ടും പൃഥ്വിരാജുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ആക്ച്വലി അതിനകത്ത് വിലായത്തിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റർ എന്ന് പറയുന്നത് അത് സച്ചേട്ടൻ ചെയ്യേണ്ടുന്ന പടമാണ്. അങ്ങനത്തെ ഒരു ഇമോഷണൽ ഗ്രാഫ്, ഒരു ഇമോഷണൽ ആയിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണ് ആ പടത്തിൽ. പിന്നെ അറിയാലോ രാജുവിന് ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ടുക്ക് സോ ലോങ്. അപ്പം ജയന്റെ ഒരുപാട് നാളത്തെ വെയിറ്റിങ്ങും ജയൻ നമ്പ്യാർ ഡയറക്ടറിന്റെ ഒരു കാത്തിരിപ്പിന്റെ ഒരു പടമായിരിക്കും. സോ നരിവേട്ട കഴിഞ്ഞ ഉടനെ തന്നെ അതിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ജെയ്ക്സ് ഇനിയും ഒരുപാട് നല്ല പാട്ടുകളും നല്ല സ്കോറുകളും ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇതുപോലെ തിയേറ്ററിൽ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഒരുപാട് കാലം ഓർത്തിരിക്കുന്ന പാട്ടുകളും BGM ഒക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു.